ഇന്നത്തെ സൂപ്പർ സംഗതി ഏതാണെന്നറിയാവോ? നമ്മുടെ ഇടുക്കി തൊടുപുഴയിലെ ആലക്കോടിനെയും കരിമണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ്. ഈ റോഡ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. റോഡിന്റെ ഭംഗിയോ നിർമ്മാണ മികവോ ഒന്നുമല്ല അങ്ങനെ വൈറലാവാനുള്ള കാരണം, മറിച്ച് താറുമാറായി കിടക്കുന്ന അവസ്ഥയാണ് ഈ കുപ്രസിദ്ധിയിലേക്ക് നയിച്ചത്. റോഡിന്റെ തകർച്ച പരിഹരിക്കാൻ പരാതികളൊക്കെ നൽകിയിട്ടും ഫലം കാണാത്തതോടെ നാട്ടുകാർ റോഡിന്റെ ദുരവസ്ഥ വ്യക്തമാക്കുന്ന റീൽസ് മത്സരം ഒരുക്കി. ആ റീൽസിന്റെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ സംഭവം സൂപ്പർ. സംഭവം സൂപ്പറാ. നാട്ടിലെ ഒരു പ്രധാന റോഡ് തകർന്നു കിടന്നിട്ട് 10 വർഷം പിന്നിടുമ്പോൾ റോഡ് നന്നാക്കേണ്ടവരെ പരിഹസിക്കുക എന്നതാണ് ആലക്കോട് പഞ്ചായത്തിലെ ചിലവ് നിവാസികളുടെ ഇനിയുള്ള മാർഗം. അതിനവർ തെരഞ്ഞെടുത്തത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ ഒരു റീൽസ് മത്സരം. നാട്ടുകാർക്ക് ഇതിൽ പങ്കാളികളാകാം. വഴി നന്നാക്കാൻ റീൽസ് ഒരുക്കി ചിലവ് പ്രദേശത്തെ കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും ഒക്കെ രംഗത്തുണ്ട്. ഇനി വിഷയത്തിലേക്ക്. ചിലവ് മാരാമ്പാറ റോഡിലെ ചിലവ് എന്ന പ്രദേശത്താണ് 1/2 കിലോമീറ്റർ റോഡ് പൂർണ്ണമായും തകർന്ന് കുണ്ടും കുഴിയുമായത്. 15 വർഷം മുമ്പ് ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലായിരുന്നു. എന്നാൽ ആസ്തി രജിസ്റ്ററിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് റോഡിനെ കൈയൊഴിഞ്ഞു. ഇതോടെ റോഡിന്റെ അവസ്ഥ കാലങ്ങളായി ഇങ്ങനെയായി. ഞങ്ങളുടെ ഈ റോഡ് പൊതുമരാമത്തിൻ്റെ വകുപ്പിലായിരുന്നു പണ്ട് കിടന്നത്. അന്നേരം റോഡ് ഞങ്ങൾക്ക് നന്നാക്കി തന്നിരുന്നു. ഇപ്പോൾ 2 പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഇത് വന്നേക്കുന്നത്. ഇതിപ്പോൾ പറയുന്നത് ആലക്കോട് പഞ്ചായത്തിൽ പെട്ടതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആലക്കോടുകാർ പറയണു ഞങ്ങൾക്ക് ഫണ്ടില്ല, ഞങ്ങൾക്ക് ഇത്ര ഇടം ഇനി നന്നാക്കാനുള്ള ഒരു 300 മീറ്ററിക്കുള്ളിൽ നന്നാക്കാനില്ല. അപ്പോൾ അത് ഞങ്ങൾ ഓരോ ദിവസവും എന്തോരം ആൾക്കാർ ഇവിടെ വീഴണ്ടെന്നറിയാമോ? അതുപോലെ 3-4 സ്കൂളിലെ കുട്ടികൾ ഇതിൽ സ്കൂൾ ബസ്സുകൾ പോകുന്നുണ്ട്, ജീപ്പ് പോകുന്നുണ്ട്, ജീപ്പിൽ കുട്ടികളെ കൊണ്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുകയാണ് കുട്ടികൾ വീഴുന്നുണ്ടോ, സൈക്കിളിൽ പോകുന്ന കുട്ടികളുണ്ട്. വെളിയമറ്റം, ആലക്കോട്, അരക്കുളം പഞ്ചായത്തുകളിലെ ആളുകൾക്ക് തൊടുപുഴ എത്താതെ കരിമണ്ണൂർ, ഉടുമ്പന്നൂർ, വണ്ണപ്പുറം മേഖലകളിലേക്ക് പോകാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ള റോഡാണിത്. അധികാരികൾ ശ്രദ്ധിക്കാൻ ഇനിയുള്ള ഏക മാർഗം റീൽസ് എന്ന് ഇവിടുത്തെ ജനം പറയുന്നു. റീൽ മത്സരം എന്ന് പറഞ്ഞാൽ മാർഗം എന്നാണ് അതിനൊരു പേരിട്ടത്. ഒരു മാർഗവും ഇല്ലാണ്ട് വന്നപ്പോൾ വഴിമുട്ടിയ ഒരു ജനത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ചിന്തിക്കുന്ന യുവജനങ്ങൾ രൂപീകരിച്ച ഒരാശയമാണ് ഇങ്ങനെ ഒരു റീൽ മത്സരം നടത്തുക. നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ, നല്ല റോഡുകളുടെ റീലുകളൊക്കെ നമ്മുടെ മന്ത്രിമാരൊക്കെ എടുക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ പിള്ളേർ പറഞ്ഞു യഥാർത്ഥ അവസ്ഥ കൂടി നമുക്കൊന്ന് എടുക്കാം. അതിനുശേഷം 1001 രൂപ ക്യാഷ് അവാർഡ് കൊടുക്കാം. ഈ ക്യാഷ് അവാർഡ് അവർ എടുക്കുക എന്ന് പറയുന്ന അടുത്ത ഘട്ടമായിട്ട് ഈ റോട്ടിക്കട യാത്ര ചെയ്യുന്നവരിൽ നിന്ന് 1 രൂപ കളക്ഷൻ എടുക്കുവാണ്. ഈ റോട്ടിക്കട പോകുന്നവരിൽ നിന്ന് തന്നെ കളക്ഷൻ എടുത്തിട്ട് അത് നിങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി പ്രസ് ക്ലബ്ബിൽ വെച്ച് കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുക. ഈ റോഡ് ഇനിയൊന്ന് ശാപമോക്ഷം നേടി രക്ഷപ്പെടണമെങ്കിൽ മാധ്യമ സുഹൃത്തുക്കൾ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ കരുതുകയാണ്. കണ്ണു തുറക്കേണ്ട അധികാരികളെ, നിങ്ങളുടെ സമൂഹ മാധ്യമ പേജുകൾ ഇനി ചിലവ് പ്രദേശവാസികളുടെ പരിഹാസ റീലുകളാൽ സമ്പന്നമാകും. ഈ റോഡിന് ശാപമോക്ഷമുണ്ടാകാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെലവ് നിവാസികൾ നിരവധി പ്രതിഷേധങ്ങളാണ് സംഘടിപ്പിച്ചത്. അതിലൊന്നും ഫലപ്രാപ്തി ഉണ്ടായില്ല. അപ്പോഴാണ് ന്യൂജൻ സമരമാർഗം എന്ന നിലയിൽ റീൽസ് സമരവുമായി അവർ രംഗത്തെത്തിയിട്ടുള്ളത്. ഇതിലെങ്കിലും അധികാരികൾ കൺതുറക്കുമോ? അവർ കാത്തിരിക്കുകയാണ്. സനൽ ഇളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.